ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത്. ദൈത്യാനാം പരമം ഗുരു, അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി, അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ 120 ദിവസക്കാലത്തോളം. ആ ശുക്രൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് 31 മുതൽ ജൂൺ 29 വരെയുള്ള 29 ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ്. 1200 ഇടവമാസം 17-ാം തീയതി മുതൽ മിഥുനമാസം 15-ാം തീയതി വരെയുള്ള 29 ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത്. ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു, നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. ഭൗതിക സുഖമാണ്. ആ ശുക്രൻ വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദിഗ്രഹയോഗത്തിൽ. ബുധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ്. പക്ഷേ ശുക്രനും ചൊവ്വയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും. ഭൗതിക സുഖകാരകനായ ശുക്രൻ ചൊവ്വയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം. അസാമാന്യമായ ധൈര്യം, സാഹസം, ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും. ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ. പക്ഷേ പലപ്പോഴും ലെവൽ മാറും. പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത, മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും. ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം. ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ സുതകവും 7, 5, 9-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യമുണ്ടാകും. പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ ഇൻഡസ്ട്രിയിലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും. ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണാം സസിത ക്രിയാതികുശലം, വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും. ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം. ലോണ്ടറി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം. എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശിയിൽ ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം, വേസ്റ്റ് വാട്ടർ സംഭരിച്ച് 10-30 ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം. അദ്ദേഹം കോടീശ്വരനാണ്. അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം, ജ്യൂസ് വിറ്റ് കാശുണ്ടാക്കാം, ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം. ഇതാണ് ജ്യോതിഷം. ദിഗ്രഹ യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം. ചൊവ്വയോടുകൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോടുകൂടെ നിൽക്കുമ്പോൾ. പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ്. വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു അതിമാനുഷ യോഗമാണ്. ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ, ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂ ഗണപസ്ഥിതേന, നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ദിഗ്രഹ യോഗം. ഏതായാലും മേടൻ രാശി മുതൽ 12 രാശിക്കാർക്കും എങ്ങനെയാണ് ഈ 29 ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം
ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ദുർബലമായി 8ാം ഭാവത്തിലാണ്. 8ൽ ശുക്രൻ നിൽക്കുന്നത് അത്ര ശുഭമാണോ? ശുക്രൻ ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഒന്ന്, ശുക്രൻ 2ാം ഭാവാധിപനാണ്, ധനാധിപനാണ്. ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാച വിവിധാഭേദ സർവം ചിന്യം ദ്വിതീയത. തൻ്റെ ധനത്തിനെപ്പറ്റി ചിന്തിക്കേണ്ട ഭാവമാണ്. താൻ ഭരിക്കേണ്ടുന്ന കുടുംബത്തെപ്പറ്റി ചിന്തിക്കുന്ന ഭാവമാകുന്നു. തൻ്റെ വാക്കാകുന്നു, തൻ്റെ വലത്തെ കണ്ണാകുന്നു, തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകളാകുന്നു. ഇവിടെ ശുക്രൻ, ധനാധിപനായ ശുക്രൻ ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അനാവശ്യമായി കാശ് ചെലവാക്കി ധനം നശിച്ചു പോകും. വാക്പതി വാക്സ്ഥാനത്തേക്ക് നോക്കുന്നു. നല്ല വാക്ക് സംസാരിക്കേണ്ട ആളാണ്. വാക്പതി വാക്കിലേക്ക് നോക്കിയാൽ. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ ലക്ഷ്മിത്വം വാക്കിലൂടെ നഷ്ടപ്പെട്ടു പോകും. തൻ്റെ ധനം തൻ്റെ വാക്കിലൂടെ നഷ്ടപ്പെട്ടു പോകും. വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ വാക്കുകൾ സംസാരിച്ച് ധനനഷ്ടം വരും. പ്രത്യേകിച്ച് ഈ ഗാംബ്ലിംഗ് ചെയ്യുന്നവർക്കൊക്കെ എടുത്തു ചാടി പെട്ടെന്ന് കാശൊക്കെ നഷ്ടപ്പെടും. വലിയ നഷ്ടങ്ങൾ എന്തിൽ സംഭവിക്കാം? ഷെയർ മാർക്കറ്റിലൊക്കെ സംഭവിക്കാം. അപ്രകാരം തന്നെ താൻ ആഗ്രഹിച്ചൊരു ധനം ലഭിക്കേണ്ടുന്ന വ്യക്തി വ്യഗ്രത കാരണം പറയുമ്പോൾ സംഖ്യകൾ മാറിപ്പോവുക, വാക്കുകൾ മാറിപ്പോവുക, അങ്ങനെ തനിക്ക് ധനനഷ്ടം വരും. കുടുംബത്തിലും സമാധാനം വളരെ കുറയും. പലപ്പോഴും അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ അന്യ സ്ത്രീകളുടെ ഇടപെടലുകൾ കാരണം തൻ്റെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. സ്ത്രീ കയറി ഭരിക്കും. സ്ത്രീയുടെ സ്വാധീനമുണ്ടാകുമ്പോൾ തനിക്ക് പലപ്പോഴും തൻ്റെ കൺട്രോൾ, തൻ്റെ ഭാര്യയും സന്താനങ്ങളെയും ഒക്കെയുള്ള തൻ്റെ കുടുംബത്തെ പരിരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി മുന്നോട്ട് പോകും. അനാവശ്യമായ കാശ് ചെലവാക്കും, പൊടിക്കും വേണ്ടാത്തവർക്ക് വേണ്ടി. അതിലൂടെ തനിക്ക് ധനനഷ്ടം വരും, തൻ്റെ ബജറ്റ് താളം തെറ്റും എന്ന വിഷയം ശ്രദ്ധിക്കണം. ഇവിടെ 9ാം ഭാവാധിപത്യമുണ്ട് ശുക്രന്. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ മറിഞ്ഞു നിൽക്കുമ്പോൾ പിതാവ്, ഗുരു ഇവരൊക്കെ ശത്രുസ്ഥാനത്ത് വരും. ഇവർക്കൊക്കെ രോഗാദി അരിഷ്ടതകൾ വരും. പലപ്പോഴും തനിക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവരുടെ അപ്രിയം വാങ്ങാതെ നോക്കണം. അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ സ്വർണ്ണനഷ്ടമുണ്ടാകും. ധനനഷ്ടം, സ്വർണ്ണനഷ്ടം സംഭവിക്കും. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പിന്നെ 9ാം ഭാവം തൻ്റെ ധർമാധിപനാണ്. തൻ്റെ പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ചൈതന്യമാണ് 9ാം ഭാവം. അത് അഷ്ടമത്തിൽ വരുമ്പോൾ ആ വിഷയം വളരെ ശ്രദ്ധിക്കണം. തൻ്റെ ധർമ്മദൈവ സങ്കേതത്തിൽ നിർബന്ധമായും ഈ മാസക്കാലം വിളക്കിലേക്ക് എണ്ണ, അവിടെ അന്നദാനം, ഇതൊക്കെ ചെയ്ത് ധർമ്മദൈവ പ്രീതി എന്തായാലും വെള്ളിയാഴ്ചകളിൽ വരുത്തുക. ശുക്രനെ കൊണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അന്നം പ്രദേയം ബഹു, ധാരാളം അന്നദാനം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കന്നിരാശിക്കാർ ഈ ഒരു മാസക്കാലം ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണ, അന്നദാനം മുതലായവയൊക്കെ നടത്തി തൻ്റെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദോഷത്തിന് പരിഹാരം കാണണം. നിർബന്ധമായി വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കണം. ഈ 12 രാശിക്കാരിലും കന്നിരാശിക്കാർക്കാണ് ശുക്രൻ അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നത്. അതിനാൽ കന്നിരാശിക്കാരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 29 ദിവസക്കാലം. അത് മന്ത്രജപത്തിലൂടെ, അപ്രകാരം ദൈവികമായ പരിഹാരങ്ങളിലൂടെ ശുക്രനെ നമ്മുടേതാക്കി മാറ്റുക. മെഡിക്കൽ സ്റ്റുഡൻസിന് ഈ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ലതാണ്. അവരുടെ പഠനപരമായ ഉയർച്ച, അവരുടെ വിദേശത്തേക്കുള്ള യാത്ര, അതിനുവേണ്ട സർക്കാർ ലോൺ അല്ലെങ്കിൽ ഗവൺമെൻറ് ലോൺ, ഇതൊക്കെ ലഭിക്കുവാൻ കന്നിരാശിക്കാർക്ക് വളരെയധികം സഹായകരമാണ്. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ഒരു ശോഭനമായ 29 ദിവസം ശുക്രൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.